എൻ്റെ പഴയ കോഴിക്കൂടിൻ്റെ ഈ ഷീറ്റായിരുന്നു മെയിൻ പ്രോബ്ലം. ആ മെറ്റൽ മുഴുവൻ തുരുമ്പിച്ച് പോയി. അത് മെറ്റൽ ഷീറ്റായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന മെറ്റലല്ല, ഇതൊരു മൾട്ടിപർപ്പസ് ഷീറ്റാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഡ്യൂറബിളാണ്. എൻ്റെ റീവർക്ക് ചെയ്ത കോഴിക്കൂടാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റീവർക്കിംഗ് പ്രോസസ്സ് ഞാൻ ഇട്ടപ്പോൾ പലരും എന്നോട് ആവശ്യപ്പെട്ടു ഈ ഷീറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് വേണമെന്ന്. ഇതിൻ്റെ പുതിയ ഷീറ്റാണ്. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പിന്നെ നമ്മുടെ ഈ കോഴിക്കൂടിൻ്റെ ഈ ഒരു ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ നല്ല സ്മൂത്ത് സർഫസാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വടിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അതെല്ലാം അതേപടി പോകുന്നുണ്ട്. ആ സ്മൂത്ത് ആയതുകൊണ്ട് അതങ്ങനെ പറ്റിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നില്ല. ഈ ഷീറ്റിൻ്റെ കോസ്റ്റും എനിക്കിത് ഇത്രയും കോഴിക്കൂട് ചെയ്യാൻ എത്ര രൂപയായി എന്നും പലരും ചോദിച്ചിരുന്നു. നല്ല രീതിയിൽ സ്ലോപ്പ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടിത് ഈ കോഴിമുട്ടയിൽ ഒരു കാഷ്ടവോ ഒന്നും ആവില്ല. ഇടേണ്ട താമസം മുട്ട ഉരുണ്ട് നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങ് പോരും. ഒരഴുക്കോ ഫുഡ് വേസ്റ്റോ ഒന്നും ഈ മുട്ടയിൽ പറ്റില്ല. കാഷ്ടം താഴെ ഷീറ്റിലേക്കും പോകും. കാക്കകൾ മുട്ട കൊണ്ടുപോകാതെയും കീരി നമ്മുടെ കോഴിയെ പിടിക്കാതെയും നമുക്ക് നമ്മളുടെ ഈ സെയിം സാധനം നമ്മുടെ ഈ മെറ്റൽ മെഷ് തിരിച്ച് ഫിക്സ് ചെയ്യാം. സോ ഇവരിവിടെ സേഫായിട്ടിരുന്നോളും. സോ പഴയതിനേക്കാളും ഒത്തിരി ഈസി ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ഈ പോളികാർബണേറ്റ് ഷീറ്റ് കുറച്ചുകൂടെ നല്ല സ്മൂത്താണ്. അപ്പം വെള്ളം ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി സ്പ്രേ ചെയ്ത് കഴിയുമ്പം ഈ കാഷ്ടമൊക്കെ തന്നെത്താനെ ഈസി ആയിട്ട് ഒലിച്ചു വരുന്നുണ്ട്. പിന്നെ ഈ സ്ലോപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഷീറ്റിൻ്റെ സ്ലോപ്പ്, അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഞാൻ കുറച്ചുകൂടെ കൂടുതൽ കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ കുറേ കൂടി ഈസി ആയിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരും. പിന്നെ എൻ്റെ ആയുധം ഉണ്ടല്ലോ, അത് ഞാൻ മാറ്റി. ഇപ്പോഴേ ഞാൻ ഉപയോഗിക്കുന്ന ആയുധം ഇതാണ്. ഇത് നമ്മുടെ ബാത്റൂമിലൊക്കെ വൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വൈപ്പറാണ്. ഇതിനാകുമ്പം റബ്ബറൈസ്ഡാണ് ഇതിൻ്റെ എൻഡ്. അപ്പോൾ ഈ ഷീറ്റിൽ നമ്മളിങ്ങനെ ഉരച്ച് കഴിയുമ്പം ഷീറ്റും പോറില്ല, നമ്മുടെ കാഷ്ടം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈസി ആയിട്ട് ഇങ്ങനെ പോരുകയും ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ക്ലീനിങ് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിതിന് ഇവിടെ ഒരു ത്രെഡ് കെട്ടിയിട്ട് നമ്മുടെ ഇവിടെ ഈ മരത്തിൻ്റെ ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതവിടെ കിടന്നോളും. ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാം. കൃത്യമായ വീതിയും നീളവും ഒക്കെ എടുത്താൽ നമ്മുടെ ഫ്രെയിം ഫിക്സ് ചെയ്തു. ഇനി വരുന്നത് നമ്മുടെ ഷീറ്റാണ്. ഈ ഷീറ്റിന് താഴത്തെ എൻഡ് വന്ന് നിൽക്കേണ്ടത് പാത്തിയിലേക്കാണ്. പാത്തി പോയി എൻഡ് ചെയ്യേണ്ടതോ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഇൻപുട്ടിലേക്ക്. ഇതാണ് നമ്മൾ ഉപയോഗിച്ച ഷീറ്റ്. സംഭവം ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് റോളായിട്ടാണ് വരുന്നത്. ഇത് ചുരുട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും വളരെ ഈസിയാണ്. എൻ്റെ കൂടിന് ഒരു ഷീറ്റിൻ്റെ ആവശ്യമുള്ളൂ. 7 അടി നീളവും 4 അടി വീതിയുള്ള ഒരു വലിയ ഷീറ്റായിട്ടാണ് ഇത് വരുന്നത്. ഷീറ്റൊന്നിന് 1400 രൂപയാണ് വില. ഇതിൻ്റെ ഒരു സൈഡ് നല്ല പരുപരുത്തതാണ്, എന്നാൽ മറ്റേ സൈഡോ നല്ല പോളിഷ്ഡാണ്, സ്മൂത്തുമാണ്. അവിടെയാണ് പ്ലാസ്റ്റിക് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഷീറ്റ് പോറാണ്ടിരിക്കാനായിട്ടാണേ. ഈ ഷീറ്റ് പല കളറിലും അവൈലബിൾ ആണ്. നമ്മൾ 2 കളർ എടുത്തു. കോഴിക്കൂടിന് വേണ്ടി ബ്രൗണും നീല നമ്മുടെ കിളിക്കൂടിന് വേണ്ടിയിട്ടും. നമ്മുടെ ഷീറ്റിൻ്റെ നീളവും ഫ്രെയിമിൻ്റെ നീളവും വലിയ വ്യത്യാസമില്ല. എന്നാലും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം എക്സസ് കട്ട് ചെയ്യണം. റഫായിട്ടുള്ള ഏരിയ അടിയിലാക്കിയും സ്മൂത്തായിട്ടുള്ള ഏരിയ മുകളിലാക്കിയുമാണ് നമ്മൾ ഷീറ്റ് വെച്ചത്. വൃത്തിയാക്കാൻ എളുപ്പമേ അതാണല്ലോ. ഷീറ്റ് ഫ്രെയിമിൽ വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കവറെല്ലാം ഊരി മാറ്റി. നമ്മളെടുത്ത ബ്രൗൺ കളറ് ഇതാണ്. നീളത്തിലെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അതും കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് ആ എക്സസ് ഉള്ള പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഷീറ്റ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നല്ലതുപോലെ പിടിച്ച് നൂർത്ത് ഫ്രെയിമിലേക്ക് ഇടണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂ. ഷീറ്റ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അടിയിൽ കിടക്കുന്ന ഫ്രെയിം വർക്കും നല്ല പോലെ കാണാം. അടുത്ത പണിയെ ഫ്രെയിമും ഷീറ്റുമായിട്ട് ജോയിൻ ചെയ്യുക. അങ്ങ് ടോപ്പിൽ നിന്ന് തുടങ്ങി താഴേക്ക് പോകുന്നു.
ഇടയ്ക്കുള്ള സ്ഥലത്തെ നട്ടോ ബോൾട്ടോ ആണിയോ ഒന്നും അടിച്ചില്ല. കാരണം ഷീറ്റ് പ്ലെയിൻ ആയിട്ട് വിട്ടാൽ അത്രയും നമുക്ക് ക്ലീനിങ് ഈസിയാക്കാം. അല്ലെങ്കിൽ ആ ആണിയെ കയറി കോഴിയുടെ കാഷ്ടമൊക്കെ സ്റ്റക്കാവും. സോ അങ്ങനെ 2 എൻഡി മാത്രം ആണിയടിച്ച് ഷീറ്റിനെ ഫിക്സ് ചെയ്തു. അടുത്തതായിട്ടേ ഷീറ്റിൻ്റെ താഴത്തെ പോർഷനിൽ മിച്ചമുള്ള ഏരിയ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്ത് കട്ട് ചെയ്യണം. ഈ എൻഡ് വന്ന് നിൽക്കേണ്ടതേ നമ്മുടെ പാത്തിക്കകത്താണ്. ഈ എൻഡിൻ്റെ പകുതി പോർഷന് പാത്തിക്കകത്ത് ഓവർലാപ്ഡായിട്ട് നിൽക്കണം. എങ്കിലേ നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം നേരെ പാത്തിയിൽ വീഴൂ. സോ ഇതാണ് നമ്മുടെ ഫ്രെയിം വർക്ക്. ഇത് പോളികാർബണേറ്റ് ഷീറ്റ്. അതിൻ്റെ റഫായിട്ടുള്ള പോർഷൻ താഴെയും സ്മൂത്തായിട്ടുള്ള പോർഷൻ മുകളിലും. ഷീറ്റിൽ നിന്ന് കഴുകി വിടുന്ന ഫുഡ് വേസ്റ്റും കോഴിക്കാഷ്ടവും എല്ലാം കൂടെ ഒഴുകി ഈ പാത്തിയിൽ വന്നു ചേരും. ഇവിടുന്ന് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത ഈ സാധനം നേരെ ബയോഗ്യാസ് പ്ലാന്റിനകത്തേക്ക് പോകും. ക്ലീനിങ് ഈസിയാക്കാനും ഫ്ലോ നല്ല രീതിയിൽ വരാനും ഒക്കെ ആയിട്ട് നമ്മളൊരു ചെറിയ ഹൈറ്റ് ഡിഫറൻസ് കൊടുത്താണ് പാത്തി ഫിക്സ് ചെയ്യുന്നത്. അങ്ങ എൻഡിൽ പാത്തിക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലും താഴെ പ്ലാന്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലോപ്പും തന്നെ ഇടുന്നുണ്ട്. പിന്നീട് ഈ പാത്തിയെ എൽ ക്ലാമ്പ് വെച്ച് നമ്മുടെ ഷീറ്റിൻ്റെ ഫ്രെയിമുമായിട്ട് ഫിക്സ് ചെയ്യും. കൂട് വയ്ക്കാനുള്ള ഫ്രെയിമിൽ പ്രൈമർ അടിച്ചപ്പം നമ്മൾ നമ്മുടെ ഷീറ്റിനെ പേപ്പറും പ്ലാസ്റ്റിക് കവറും ഒക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു. നമ്മുടെ കോഴിക്കൂടെ പഴയ കോഴിക്കൂട് തന്നെയാണ്. അതിൻ്റെ ഫ്രെയിം മാറ്റി, പിന്നെ ഈ ഷീറ്റും മാറ്റി. പിന്നെ ബയോഗ്യാസുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഈ പാത്തി ഉണ്ടല്ലോ, അത് സെയിം തന്നെ. അവിടെ ഒന്നും ഒരു ചേഞ്ചും വരുത്തിയില്ല. ആകെ വരുത്തിയത് ഈ ഷീറ്റിനും ഈ മെറ്റൽ ഫ്രെയിമിനും. സോ കാക്കയും കീരിയും ഒന്നും കൊണ്ടുപോകാതെ, മുട്ടകളൊന്നും കാക്ക കൊണ്ടുപോകാതെയും കീരി നമ്മുടെ കോഴിയെ പിടിക്കാതെയും നമ്മുടെ സെയിം മെറ്റൽ ഫ്രെയിം തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് വയ്ക്കാം. എല്ലാം പഴയത് തന്നെ. ആകെ നമ്മൾ മാറിയത് നമ്മുടെ മെറ്റൽ ഫ്രെയിമും ഈ ഷീറ്റും മാത്രം. ഇതായിരുന്നു എൻ്റെ പഴയ കോഴിക്കൂട്. 6 വർഷത്തെ ഉപയോഗം കൊണ്ട് അത് ഈ പരുവത്തിലെത്തി. മെറ്റൽ ആയിരുന്നു നമ്മൾ താഴെ ഇട്ടിരുന്ന ഷീറ്റ്. അത് കംപ്ലീറ്റ് തുരുമ്പിച്ച് താഴേക്ക് പൊട്ടിപ്പോയി. അങ്ങനെ ഇരുന്ന കൂടിനെ നമ്മൾ ഇങ്ങനെയാക്കിയെടുത്തു. ഇതിനെടുത്ത സമയവും 1 ദിവസം. 2 പേര് 1 ദിവസം കൊണ്ട് അത്രയും മോശമായ സ്ഥിതിയിൽ നിന്ന് നമ്മുടെ കൂടിനെ ഇത്രയും പുതുപുത്തനാക്കി തന്നു. ഷീറ്റിന് ഏകദേശം ഒരു 1400 രൂപ വരും. പിന്നെ നമുക്ക് വേണ്ടത് ഈ മെറ്റലിൻ്റെ പൈസയാണ്. പിന്നെ അതെല്ലാം കൂടെ മെറ്റീരിയൽ മാത്രം ഏതാണ്ട് 5000 രൂപയോളമായി. പിന്നെ 2 ലേബർ, 2 ആൾക്കാർ നിന്ന് 1 ദിവസം പണി ചെയ്തു. എല്ലാം കൂടി ഒരു 8000 റുപ്പീസ് ആയപ്പോഴേക്കും എൻ്റെ ഈ കൂട് ഒരു പുതിയ കൂടായിട്ട് റീവർക്ക് ചെയ്ത് കിട്ടി.